നമ്മളോടിപ്പം ഇപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, എന്തായിരിക്കും പോലീസിൽ ഇതിലുള്ള താല്പര്യം? ഇപ്പോൾ ഒരു പരാതി ഉന്നയിച്ച് രാത്രി യുവാക്കൾ കയറി വരുന്നു എന്നുള്ളതല്ല, അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ പോലും ഉണ്ട്. ഈ അക്രമ സംഭവങ്ങൾ അത് കണ്ടാൽ നമ്മൾ ആരാണെങ്കിലും ഞെട്ടിപ്പോകും. നമ്മൾ എല്ലാവരും രാത്രി യാത്ര ചെയ്യുന്നവരാണല്ലോ. എന്നിട്ട് അവരോട് മോശമായി പെരുമാറാനുള്ള എന്ത് സാഹചര്യം, എന്ത് പ്രകോപനമാണ് കേരള പോലീസിനുണ്ടാവുക? അത് പോലീസ് സംഭവം കേരളത്തിലല്ലല്ലോ, അതായിരിക്കണം അവരുടെ പ്രതികരണം. അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ആര് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. കേരളത്തിലെ ഒരു മനുഷ്യന് കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ച് ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും കേരള പോലീസ് ഇവിടെ നിന്നാണ് യാത്ര തിരിച്ചത്. അത് അവർ മറന്നുപോയി. അത് തീർച്ചയായിട്ടും അവർ അന്വേഷിക്കാനും ബാധ്യസ്ഥരാണ്. അതേസമയത്ത് മധുക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4 പേരെ പാലക്കാട് വന്ന് അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ 3 പേരെ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാവും. അതായത് ആ വാഹനം ഓടിച്ചിരുന്ന ആള് അതിന്റെ അകത്ത് അവരൊരു ചെറിയ CCTV ക്യാമറ വെച്ചുകൊണ്ടാണ് ഇത് കിട്ടിയത്. അല്ലെങ്കിൽ ഇത് എങ്ങും ആർക്കും ഒരു പിടിയും കിട്ടാതെ ഈ കേസ് അങ്ങ് പോയത്. അതിനകത്ത് 9 വർഷം സർവീസുള്ള ഒരു സൈനികനുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുപോലെ തട്ടിപ്പ് നടത്തി പണം ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളാണ്. അതിന്റെ കൂടെ ഒരു മോഷണക്കാരനുണ്ട്. അയാള് അപ്പൊ ആ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നവര് അവരെന്തായാലും പ്രൊഫഷണൽ ആൾക്കാരാണ്. എത്രയോ സംഭവം അവർ നടത്തിയിരിക്കുന്നത്. ഇവരെയൊന്നും തൊടാൻ പറ്റിയില്ല. ഈ പയ്യന്മാരായതുകൊണ്ടാണ് നമുക്ക് ഇവരെ പറ്റി വിവരം കിട്ടിയത്. അല്ലെങ്കിൽ അല്ലാത്ത ക്രിമിനലിന്റെ പുറകെ പോലീസ് അല്ലെങ്കിൽ മധുക്കര പോലീസും ഒക്കെ പോയേനെ. പക്ഷെ കേരളത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, കേരളത്തിന്റെ പോലീസിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നേരിടേണ്ടി വന്ന ഒരു അക്രമമല്ല, ശരിയാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ആദ്യം കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അവരെ സമാധാനപ്പെടുത്തുക, മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് നടന്ന അക്രമമാണെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുക, അങ്ങനെ കുറച്ച് ഉത്തരവാദിത്തങ്ങളില്ലേ? ഇതിപ്പോ കേസ് അന്വേഷിക്കുക, ക്രിമിനലുകളെ പിടിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ പോലീസിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നത്. അപ്പോൾ മിനിമം അവരോട് മാന്യമായി പെരുമാറുക എന്ന് പറയുന്നൊരു കാര്യമില്ലേ? അതൊന്നും പോലീസ് അതൊക്കെ കളഞ്ഞു കുടിച്ചില്ലേ നമ്മുടെ പോലീസ്? കാരണം അതിനകത്ത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇവിടുന്ന് പോയ കുട്ടികളാണ്. അവര് ഒരു പരാതി പറഞ്ഞില്ല, കണ്ടിന്യൂയിങ് ഒഫൻസ് ആണ്, സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. അവിടെ പോയി തിരിച്ചു വരുമ്പോഴാണ് അക്രമം ഉണ്ടായത്. ഇവിടെ കേസെടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അവരുടെ മര്യാദയ്ക്കൊന്ന് പെരുമാറിയിട്ട് മധുക്കര പോലീസിനെ അന്നേരം തന്നെ വിളിച്ച് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാനുള്ള ബാധ്യത ഇവിടുത്തെ SHOയ്ക്കുണ്ട്. അവരുടെ ലിമിറ്റിലുള്ള ആളാണ് ഇവര്. അത് തന്നെയല്ല, നമുക്ക് കേരളത്തിലെ ഈ ഒരു സംഘത്തിനെ തീർച്ചയായിട്ടും കേരള പോലീസ് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ബാലാഭാസ്കറിനെ ഞാൻ അന്ന് മുതൽ പറയുന്നുണ്ട്, കേരളത്തിലെ കള്ളപ്പണമായിട്ട് അല്ലെങ്കിൽ സ്വർണമായിട്ട് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വരുന്ന സ്വർണം, അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കടക്കാരനെ ഒരു സ്ഥലത്ത് നിന്ന് അയാൾ മറ്റൊരു കടയിൽ കൊണ്ടുപോകുന്ന സ്വർണം, ഇതെല്ലാം തട്ടിച്ചെടുക്കുന്ന ഗ്യാങ്ങുകൾ കേരളത്തിൽ വളരെ അധികം ഉണ്ട്. അതിന്റെ കിങ് പിൻ ആണ് ഇവര്. അത് പാലക്കാട് ബേസ് ചെയ്താണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതാണ് അതിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു കുഴുവാണ് നമുക്കിത്. ഇത് ആ കുട്ടികളെ ആ CCTV ദൃശ്യത്തിൽ ഈ പ്രതികളുടെ ആ കാർ നമ്പരും ഒക്കെ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ആ കുട്ടികളെ രക്ഷപ്പെട്ടത്. 3 വാഹനം ഫോൾസ് നമ്പറാണ്. അത് കേരള രജിസ്ട്രേഷനുള്ള ഫോൾസ് നമ്പറാണ്. പോലീസ് ഇത് കൃത്യമായിട്ട് ഒരു കേസ് കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. DGP അത് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഗ്യാങ്ങിനെ നമുക്ക് പിടിച്ചേ പറ്റുള്ളൂ. കാരണം ബാലാഭാസ്കറിന്റെ കേസ് CBI അന്വേഷിച്ചിട്ടും അതൊരു കേസ് ആയിരുന്നു ഞാൻ അന്ന് പോലെ പറയുന്നുണ്ട്. കാരണം ഈ ഗോൾഡുമായിട്ടൊരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മുഴുവൻ അവർക്ക് നെറ്റ്വർക്ക് ഉണ്ട്. ഈ ഗ്യാങ് ഓപ്പറേറ്റ് ചെയ്യും. അവര് തൃശ്ശൂർ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ പാലക്കാട് നല്ലേപ്പള്ളി പാലക്കാട് ബേസ്ഡ് ആണ് ആ ഗ്യാങ്. ഇത് നമുക്ക് നടു കൊടുത്തേ വിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ അതിനകത്തൊരു സൈനികനുണ്ട്. അയാള് ബോർഡറിൽ അയാൾ കാണിക്കുന്ന കൃത്യം, അല്ലെങ്കിൽ ശത്രുക്കാരും കൂടെ കാണിക്കുന്ന കൃത്യം തന്നെയാണ് അയാളിവിടെ കാണിച്ചിരിക്കുന്നത്. അയാൾ 9 വർഷം സർവീസ് ഉള്ള ആളാണ്. ശ്രീ ജോർജ് ജോസഫ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലുവ SP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ പ്രത്യേകിച്ച് എത്രാമത്തെ തവണയാണ് പോലീസിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമാണ്. മുഫിയ പർവീന്റെ കേസ് നമുക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും പരാതിയുമായി വരുന്ന ആളുകൾക്ക് ഇത്തരം മോശം അനുഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ DGPയുടെ ഓഫീസിലുള്ള നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ കേരള പോലീസ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നടക്കം. പോലീസിനെ അത്ര വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും പോലീസ് ഒരു വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെടണം. DGP അത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. കേരളത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം. അതിന് യാതൊരു തടസ്സവും ഇല്ല. അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് വിചാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനൽ കേരളത്തിലുള്ളവരാണ്. ഫോൾസ് നമ്പർ വെച്ച് ഇവിടെ തന്നെ പോയവരാണ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ തീർച്ചയായിട്ടും ഉന്നതനാട് പോലീസ് എവിടെ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം.
വേണ്ടി വന്നാൽ അതൊരു അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് മധുക്കരയിലോട്ട് കൊടുത്താൽ അവിടെ ക്ലബ് ചെയ്ത് അവർ ചാർജ് ഷീറ്റ് കൊടുത്തോളൂ. അങ്ങനെയാണ് നിയമം പോകുന്നത്. അതുകൊണ്ട് എന്തായാലും കേരളത്തിൽ കേസിടുന്നു. കാരണം കേരളത്തിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അൺഡിറ്റക്റ്റഡ് പോയിട്ടുണ്ട്. ഈ ഒരു ഗ്യാങ്ങിനെ പറ്റി ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. പാലക്കാടുള്ള ഈ ആൾക്കാരും അതുപോലെ തമിഴ്നാട്ടിലുള്ള ഈ പട്ടാളക്കാരും, അതിനകത്ത് 12-15 പേരുണ്ട്. ഇപ്പം തന്നെ 7 പേരുടെ വിവരമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് കേരളത്തിലെ പോലീസ് കേസ് രജിസ്റ്റർ, കുന്നത്തനാട് പോലീസ് എങ്ങാനും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. ക്രൈംബ്രാഞ്ചിൽ ശക്തരായ ഡിവൈഎസ്പിമാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ ചെയ്യണം. അത് യാതൊരു സംശയമില്ല. ഗവൺമെന്റ് ശ്രദ്ധിക്കണം. ജോസഫ് ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്